സംസ്ഥാനത്ത് ചൂട് കഠിനമായതോടെ പാമ്പുകളൊക്കെ തന്നെ മാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് വർദ്ധിക്കുന്നു. കുറച്ച് നാളുകളായി പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മരണവും. നിലവിലെ കേരളത്തിലെ അത്യുഗ്രമായ ചൂടിൽ നിന്നും രക്ഷ തേടിയാണ് ഇവ വീടുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ പാമ്പുകളെ പ്രതിരോധിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പാമ്പുകടിയിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു ചെയ്യണം? പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഫലപ്രദമായി ചികിത്സ തേടുക? സംസ്ഥാനത്ത് ചൂട് കൂടുന്നതോടെ ഈർപ്പം തേടിയാണ് വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും പാമ്പുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വന്യജീവി സംരക്ഷകർ നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 19 പേരാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. കടുത്ത ചൂടിൽ തണുപ്പ് തേടിയാണ് പാമ്പുകൾ വീടിനകത്തേക്ക് കയറാൻ ഇടയാക്കുന്നത്. ഇത് തന്നെയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കൃത്യമായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നതും തന്നെയാണ് പലപ്പോഴും മരണത്തിന് കാരണമാകുന്നത്. ശീതരക്തജീവികളായിട്ടുള്ള പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, കുളിമുറികൾ, തറയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താമസമാക്കും. വേനൽക്കാലത്താണ് മൂർഖന്റെ മുട്ട വിരിയുന്നത്. അണലിയുടെ പ്രസവ സമയവും അപ്പോഴാണ്. പാമ്പിൻ കുഞ്ഞുങ്ങൾ ഈർപ്പമുള്ള സ്ഥലങ്ങൾ തേടി പിന്നീട് യാത്ര തിരിക്കും. ദിവസവും നനയ്ക്കുന്ന ഭിത്തിയോട് ചേർന്നുള്ള പ്ലാൻ ബോക്സുകളിൽ പ്രത്യേകമൊരു ശ്രദ്ധ വേണം. വീടിനോട് മുട്ടി നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റണം. ഷൂസുകളും മറ്റുമൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുക. ഹെൽമറ്റുകൾ അടക്കം. ലോകത്ത് വിഷമുള്ള ഒട്ടനവധി പാമ്പുകളുണ്ട്. അവയുടെ കടിയേറ്റ് മണിക്കൂറിൽ 4 മുതൽ 5 വരെ ആളുകൾ മരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. അതിൽ ഏറിയ പങ്കും ഇന്ത്യയിലും തെക്കനേഷ്യൻ രാജ്യങ്ങളിലുമാണ്. ഇന്ത്യയിൽ പാമ്പുകടി ഏൽക്കുന്നത് ഭൂരിഭാഗവും രാത്രി സമയത്തായിരിക്കും, അതും പുറത്തു വച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ വെളിച്ചത്തോടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇനി പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ കടിയേറ്റ വ്യക്തിയെ ഒരിടത്ത് ശാന്തമായി ഇരുത്തുക, അതല്ലെങ്കിൽ കിടത്തുക. ശരീരത്തിൻ്റെ അനക്കം കുറയ്ക്കുന്നത് വിഷം രക്തത്തിൽ പടരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കും. കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് പതുക്കെ കഴുകാം. മുറിവേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ നിരപ്പിനേക്കാൾ താഴെയാക്കി വയ്ക്കാനായി ശ്രദ്ധിക്കുക. ഇനി വീക്കം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കടിയേറ്റ കൈകാലുകളിലെ മോതിരം, വള, വാച്ച് തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നീക്കം ചെയ്യണം. ഒട്ടും തന്നെ വൈകാതെ ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലോ സ്വകാര്യ ആശുപത്രിയിലോ എത്തിക്കുക. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വിഷം കളയാനായി മുറിവ് കീറാനോ വായ കൊണ്ട് രക്തം ഊറ്റിയെടുത്ത് കളയാനോ ആയി ശ്രമിക്കരുത്. ഇത് അണുബാധയ്ക്കും രക്തസ്രാവത്തിനും കാരണമാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കയറോ തുണിയോ ഉപയോഗിച്ചുകൊണ്ട് വരിഞ്ഞു മുറുകി കെട്ടുന്നത് രക്തയോട്ടം നിലച്ച ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായേക്കും. മന്ത്രവാദം, പച്ചമരുന്ന് ചികിത്സ തുടങ്ങിയവയ്ക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് മരണത്തിന് പോലും തുല്യമാണ്. വീടും പരിസരവും ഒക്കെ കാട് പിടിക്കാതെ സൂക്ഷിക്കുക, വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങാനായി ശ്രമിക്കരുത് ഒരു കാരണവശാലും. വിറകുപുരകൾ, കല്ലുകൾ കൂട്ടിയിരിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തുക. നമ്മുടെ നാട്ടിലെ അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്ന് തുടങ്ങിയിട്ടുള്ള വിഷപ്പാമ്പുകൾക്കെതിരെയുള്ള ചികിത്സ ഇന്ന് എല്ലാ പ്രധാന ആശുപത്രികളിലും ലഭ്യമാണ്. അതുകൊണ്ട് ഭയമല്ല വേണ്ടത്, ജാഗ്രത മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.